നമസ്കാരം. യോഗനാഥം ന്യൂസ് ടീം ഇന്നുള്ളത് തിരുവനന്തപുരത്ത് ഐറിസ് ഹോസ്പിറ്റലിലാണ്. ഇന്ന് എന്നോടൊപ്പം ഐറിസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ വിഷാദ് വിശ്വനാഥ് ആൻഡ് ഹിസ് വൈഫ് ഡോക്ടർ വീണ വിഷാദ്. വെൽക്കം ടു അവർ ഷോ സക്സസ് സ്റ്റോറി. ഡോക്ടർ വിഷാദ് വിശ്വനാഥ് ആൻഡ് വീണ വിഷാദ്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഐറിസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു? 2011 ഞങ്ങൾ രണ്ടുപേരും സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞ രണ്ടുപേർക്കും അക്കാഡമിക്സിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ അക്കാഡമിക്സിൽ ഇൻട്രസ്റ്റ് വന്ന് പഠിപ്പിക്കുക എന്നതൊരു വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു വീണയ്ക്കും എനിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അക്കാഡമിക് തലത്തിലെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങളിങ്ങനെ CMC വെല്ലൂർ അവിടെ റൊമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റും എൻഡോക്രൈനൽ ഡിപ്പാർട്ട്മെൻറ്റും വീണ എൻഡോക്രൈനൽ ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ റൊമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റും ജോയിൻ ചെയ്തു. അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെ പല ആൾക്കാരും ഒരു നല്ല ബൾക്ക് ഓഫ് പേഷ്യൻസ് നമ്മൾ അവിടെ കാണുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന രോഗികളാണ് കണ്ടത്. അപ്പം കേരളത്തിൽ ഇങ്ങനൊരു സർവീസ് ഞങ്ങൾ രണ്ടുപേരുടെയും സർവീസിൻ്റെ ആവശ്യമുണ്ട് എന്നൊരു ഐഡിയ നമുക്ക് ലഭിച്ചു. കേരളത്തിൽ നമ്മുടെ സർവീസിൻ്റെ ആവശ്യമുണ്ട്, നമ്മൾ ജനിച്ച നാട്ടിൽ തന്നെ നമുക്ക് ഈ സർവീസ് കൊടുക്കാനുള്ള സ്കോപ്പുണ്ട്, അതിന് ആവശ്യക്കാരേറെ ഉണ്ട്, അത് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾ 2013 തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുകയും തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ അനന്തപുരി ഹോസ്പിറ്റൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തു. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തു. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറച്ച് രോഗികളുമായിട്ട് ഫെമിലറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ സ്പെഷ്യാലിറ്റിയുടെ പെനട്രേഷൻ, നമ്മുടെ രോഗികൾക്കിടയിലുള്ള പെനട്രേഷൻ വളരെ കുറവായിരുന്നു. അതായത് വളരെ ചുരുക്കം പേർക്കായിരുന്നു ഇപ്പം സന്ധിവാത രോഗത്തെക്കുറിച്ച് ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. അവർക്ക് ഡോക്ടർമാർക്ക് പോലും സന്ധിവാത രോഗം എന്ന് പറയുന്നത് അത് ഒരു ആയുർവേദത്തിലുള്ള അസുഖങ്ങളാണ്, അല്ലെങ്കിൽ പ്രായക്കൂടുതലുള്ളവർ വരുന്ന അസുഖങ്ങളാണ്, അതിനൊന്നും വലിയ കാര്യമായ ചികിത്സയില്ല, പ്രത്യേകിച്ച് അസുഖം വരാതിരിക്കാൻ നോക്കുക, വന്നു കഴിഞ്ഞാൽ പിന്നെ വേദന സംഹാരിയൊക്കെ കഴിച്ചു പോകുക എന്നൊരു കോൺസെപ്റ്റായിരുന്നു പൊതുവേ നിലനിന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് മാറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു ടീഡിയസ് പ്രോസസ്സായിരുന്നു. ആളിലേക്ക് എത്തിച്ചെന്ന് അവരുടെ മുമ്പിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവതരിപ്പിക്കുക, അത് വിജയകരമാണെന്ന് അവരെ കൺവിൻസ് ചെയ്യുക, ഇതൊക്കെ വളരെ ടീഡിയസ് ആയ പ്രോസസ്സായിരുന്നു. ഈ പ്രോസസ്സിൽ കൂടെ പോകുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ, ആ സ്പെഷ്യാലിറ്റിക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടൊരു ഒരു സെൻറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്പെഷ്യാലിറ്റിയുടെ വിസിബിലിറ്റി കൂടും എന്നൊരു തോട്ട് മനസ്സിൽ വന്നു. അങ്ങനെയാണ് റൊമറ്റോളജിക്ക് ഇനീഷ്യലി ഞാനായിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ ഡോക്ടർ വീണ പിന്നെ ജോയിൻ ചെയ്യായിരുന്നു. റൊമറ്റോളജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെൻറ്റർ, അതായത് ഒരു റൊമറ്റോളജി സന്ധിവാത രോഗ സംബന്ധമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഓഫർ ചെയ്യാൻ പറ്റുന്ന ചികിത്സ, അതിൻ്റെ സാധ്യതകൾ മൊത്തമായി ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രം, അതിൻ്റെ സൗകര്യങ്ങളുള്ള ഒരു മേൽക്കുഴയ്ക്ക് കീഴിൽ അറേഞ്ച് ചെയ്യുക എന്നതും അതുവഴി ആ സ്പെഷ്യാലിറ്റിക്കുള്ള വിസിബിലിറ്റി കൂട്ടുക എന്നതുമായിരുന്നു ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള പ്രചോദനമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഉള്ളത് ട്രിവാൻഡ്രത്തായിരിക്കും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങളൊരു യുവ സംരംഭകരായിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് എങ്ങനെയാണ്, എന്തോരം വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ? നിങ്ങൾ 2016 ഇവിടെ തുടങ്ങുന്നു, 2019 അടുത്ത ബ്രാഞ്ച് കൊല്ലത്ത് വരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു? അതൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണോ ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത്? തീർച്ചയായും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടില്ല. നമുക്കുണ്ടായിരുന്ന സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക്കായിട്ട് നമുക്കുണ്ടായിരുന്ന സബ്ജക്റ്റുള്ള കോൺഫിഡൻസും ആ സബ്ജക്റ്റ് നമുക്ക് ശരിയായ രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു നമുക്ക് പാകപ്പാടെ കൈമുതലായിട്ടുണ്ടായിരുന്നു. ഏറെ പേർ നമ്മളിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അപകട സാധ്യത നമ്മുടെ വെൽവിഷേഴ്സാണ്, അല്ലാതെ അവർ നമ്മളെ ഒരു മോശം രീതിയിൽ ഡിസ്കറേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇൻക്ലൂഡിങ് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ വളരെ അത്ര എൻകറേജിങ് ആയിരുന്നില്ല ഇനീഷ്യലായിട്ടുള്ള റെസ്പോൺസ്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ്, ഡോക്ടർ വീണയുടെ പേരൻസോ എൻ്റെ പേരൻസോ ഒക്കെ അവർക്കൊക്കെ ഭയങ്കര അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു.
നമുക്കിങ്ങനൊരു സംരംഭം ചെയ്യാൻ പറ്റുമോ, അതിനകത്ത് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ, നമ്മൾ എനർജി കുറേ വേസ്റ്റ് ആവുമോ, ഫിനാൻഷ്യലി നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നു ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ആ ഒരു അക്കാഡമിക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ വി സപ്പോർട്ടഡ് ഈച്ച് അതർ. എനിക്ക് എല്ലാ ഐറിസിൻ്റെ എല്ലാ ഗ്രോത്തിലും റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എനിക്കത് ചെയ്യാൻ പറ്റും എന്നത്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്വാസം ലഭിച്ചത് ഡോക്ടർ വീണയുടെയായിരുന്നു. വീണ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സമയത്തായാലും പുള്ളിക്കാരുടെ ആ ഒരു എൻകറേജ്മെൻറ്റ് വാസ് ദ ബേസിസ് ഓൺ വിച്ച് ഐറിസ് വാസ് ബിൽറ്റ്. പിന്നെ നമുക്ക് ഒരു നല്ലൊരു സർവീസ് കൊടുക്കാനുള്ള കോൺഫിഡൻസ്, നമ്മൾ ബിസിനസ്സുകാരെ പോലെ ചിന്തിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് മൈൻഡോടുകൂടി ചിന്തിച്ചില്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഫോക്കസ് വാസ് ഓൺ ഗിവിങ് ദ ബെസ്റ്റ് ക്വാളിറ്റി കെയർ. അത് സയൻറ്റിഫിക് ആയാലും ഏറ്റവും നല്ല സയൻസ് പരമായിട്ട് ഏറ്റവും നല്ല ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു കെയർ, അത് നൈതികമായിട്ട് ബേസ്ഡ് ഓൺ ഫേം വാല്യൂസ് ഓഫ് എത്തിക്സ്, ആളുകൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ, അവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ, അവർക്ക് ഒരു പോസിറ്റീവ് തോട്ട് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ഫോക്കസ്. അപ്പോൾ സംഭവം ആ സ്ട്രാറ്റജി വർക്ക് വെരി വെൽ ഫോർ അസ്. ഈ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ നിങ്ങളിത് വളരെ എന്താ പറയുക, ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് എത്രമാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എത്രമാത്രം അനുഭവയോഗ്യമായിട്ടുണ്ട് ഈ ഒരു കാലയളവിനകത്ത്? വീണയ്ക്കായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പം ഈ ഡോക്ടർ ഷാദ പറഞ്ഞതുപോലെ തുടങ്ങുമ്പം ഒരുപാട് സംശയങ്ങൾ മറ്റുള്ളവർ പോലെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സ്ഥാപനം മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ, പക്ഷേ നമ്മുടെ എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം വളരെ സുതാര്യവും നന്മ നിറഞ്ഞതുമാണെന്ന് ഉള്ളിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് കാലെടുത്ത് വെച്ച് പോയി. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇതുവരെ പോയി. പിന്നെ നമ്മുടെ ഈ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് രോഗം ഭേദമായി വളരെ നന്നായിട്ട് ജീവിതം നയിക്കുന്ന അവരുടെ തന്നെയാണ് ആക്ച്വലി നമ്മുടെ സക്സസിൻ്റെ പുറകിലുള്ള ഒരു നല്ലൊരു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം റെഫറൻസെക്കാളും കൂടുതലായിട്ട് ഇവർ തന്നെ പേഷ്യൻസ്, ഈ രോഗം ഭേദമായ ആൾക്കാർ അല്ലെങ്കിൽ രോഗം നിയന്ത്രണമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഒരു പോസിറ്റീവായിട്ട്, പലരും ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാതെയൊക്കെ വീട്ടിൽ ഇരിക്കുകയും ഇപ്പോൾ പല രീതിയിലും 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നോർമലായിട്ട് ലൈഫ് നയിച്ചു പോകുന്നവർ അവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്നാണ് നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് ഒരു പോപ്പുലേഷൻ ബിൽഡ് ചെയ്ത് വന്നത്. അപ്പോൾ ആ ഒരു നന്മ മുമ്പോട്ട് ഉള്ളിടത്തോളം കാലം നമുക്ക് ദൈവാനുഗ്രഹത്തോടുകൂടി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഷ്യൻസിനെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം ഇപ്പോൾ അല്ലേ ലാസ്റ്റ് മന്തിൽ നടത്തുകയുണ്ടായി. അതൊക്കെ എത്രമാത്രം വിജയമായിരുന്നു, അതിനൊക്കെ എത്രമാത്രം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്? അതിപ്പം നമ്മുടെ കോവിഡ് എന്ന ഈ ഒരു ആശയം അത് പറയുന്നത് തന്നെ കോവിഡിന് മുമ്പേ തന്നെ നമുക്കിങ്ങനെ, കാരണം ഒത്തിരി ഇടയ്ക്ക് പേഷ്യൻസ് തന്നെ അവരെ രോഗം ഭേദമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേദന അറിയാമല്ലോ, മറ്റൊരു അത്രറ്റിസം പോലുള്ള അസുഖങ്ങൾ, ഈ വേദനയാണ് അവരുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. അപ്പോൾ വേദനയൊക്കെ കുറഞ്ഞ് അവർ നോർമൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലരും ഒരുപാട് സാംസ്കാരിക മേഖലയിൽ പ്രാവീണ്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ വരച്ച പടങ്ങളോ അവർ ചെയ്ത ക്രാഫ്റ്റ് ഐറ്റംസ്, കരകൗശല സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയും അവർ വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു എക്സിബിഷൻ, അവർ കഴിവുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ലോകം അറിയണം, അതുപോലെ അവർക്ക് അതിനൊരു പ്ലാറ്റ്ഫോം നമുക്ക് കൊടുക്കണം, നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം വേൾഡ് അത്ലറ്റ്സിൽ ചെയ്താലോ എന്നിങ്ങനെ കോവിഡിന് മുമ്പ് തന്നെ ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ വർഷം പറഞ്ഞ പോലെ കോവിഡൊക്കെ വന്ന് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഈ ഒക്ടോബർ 12 വേൾഡ് അത്ലറ്റിക്സിലേക്ക് നേരത്തെ തന്നെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അത് ആരും ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യ ഭാരതത്തിൽ ആരും ഇങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പനിയാശുപത്രി പോലെ മരുന്നെടുത്ത് ട്രീറ്റ് ചെയ്യുന്ന വിട്ടു പോകുന്നവരല്ല, വർഷങ്ങളോളം നമ്മളോടൊപ്പം നിൽക്കുന്ന തുടർ ചികിത്സ വേണ്ട പേഷ്യൻസാണ്. അപ്പോൾ അവരോട് മാനസികമായിട്ടൊരു ആത്മബന്ധം അവർക്ക് നമ്മളോടും നമുക്ക് തിരിച്ചും അവരോടും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ അറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം ബുക്ക് എഴുതുന്ന അല്ലെങ്കിൽ രചനകൾ ചെയ്യുന്നവർ, കവിത എഴുതുന്നവർ, പെയിൻറ്റിങ്സ് ചെയ്യുന്നവർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ ഒരു മനസ്സിലൊരു ആശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ അവരാണ് അത് ടേക്കപ്പ് ചെയ്തത്. അപ്പം ഒത്തിരി പേര് അവരെല്ലാം അവരുടെ രചനകളായാലും ചിത്രങ്ങളായാലും കൃത്യസമയത്ത് കൊണ്ട് എത്തിക്കുകയും നമ്മുടെ പ്രോഗ്രാം വളരെ വൻ വിജയമായിട്ട് കൊണ്ടുപോകാൻ പേഷ്യൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വളരെ സഹായകമായത്. ശരിക്കും അവരുടെ ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റി അത് വളരെ അസ്റ്റോണിഷിംഗ് ആയിരുന്നു. നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു അവരുടെ
പ്രൊലിഫിസിറ്റി, ഒരു ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഭാഗമായിരുന്ന ബീന നായർ എന്നുള്ള മാഡത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ ചുവരുകൾ മൊത്തവും അവർ വരച്ച വിവിധ തരത്തിലുള്ള പിക്ചേഴ്സാണ്. അത്രയും പ്രൊലിഫിക്കായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ നമുക്കതൊരു പുതിയ അനുഭവമായിരുന്നു. ഇപ്പോൾ ഈ ഐറിസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു വീട്ടിലൊന്നൊക്കെ ഭയങ്കര ഒരു എതിർപ്പല്ല, എന്നാലും ഒരു ആശങ്കയുണ്ടായിരുന്നു എല്ലാവർക്കും. ഡോക്ടർ വീണയ്ക്ക് എത്രമാത്രം അത്തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു? ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിലും ഇതുപോലുള്ള ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എത്രമാത്രം ആശങ്കയുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിൽ തട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, സ്റ്റാർട്ടിങ് സമയത്ത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ പോലെ തന്നെ ആശങ്ക നമുക്ക് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളൊരു ഫിനാൻഷ്യൽ, അന്ന് നമ്മളിപ്പോൾ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ നമുക്കൊരു വലിയൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ലോൺസിന് പോകണം. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റുമോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിഷ്യലി നമ്മൾ സ്റ്റാഫിൻ്റെ സാലറി ഒക്കെ ഞങ്ങൾ രണ്ടുപേരുടെയും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സാലറിയിൽ നിന്ന് എടുത്താണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫിന് സാലറി പോലും കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച്, പിന്നെ ഫാമിലി ബിൽഡ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, കുട്ടികൾ ചെറുതാണ്, അപ്പോൾ എത്രത്തോളം നമുക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ വൺസ് നമ്മൾ ആ ഒരു ഫ്ലോയിൽ വീണു, അതിൻ്റെ റിസൾട്ട്സ് കണ്ടു, അപ്പോൾ നമുക്ക് തിരിച്ച് ആ റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പിന്നോട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ എല്ലാം നമ്മൾ അതിലേക്ക് മുമ്പോട്ടാണ്, നമ്മുടെ സമയവും എല്ലാം അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. സർ, ഈ വാദസംബന്ധമായ അസുഖങ്ങൾ നമ്മൾ നേരത്തെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഏജ് റിലേറ്റഡ് ആയിരുന്നു, അതായത് കുറച്ച് പ്രായമായവരിലാണ് അസുഖം കാണുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മളാണെങ്കിലും അയ്യോ എനിക്ക് കാലുവേദന കൈവേദന എന്ന് പറയുമ്പോൾ ഇത് വയസ്സായ ആൾക്കാർക്ക് വരുന്നൊരു അസുഖമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി പേര് വേദന അനുഭവിക്കുന്ന ഒരു മേഖലയാവുന്നു. ഇപ്പോൾ ഡോക്ടർ വീണ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഒരു 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. എന്താണ് ഇത്തരത്തിൽ ഈ അസുഖം ഇപ്പോൾ ഈ വളരെ യങ്സ്റ്റേഴ്സിൽ പോലും കണ്ടുവരുന്നത്? നമുക്ക് ഈ വാദത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ശരിക്കും 2 തരത്തിലുള്ള വാദങ്ങൾ, പ്രധാനമായിട്ടും ഇപ്പം ഒരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ രോഗിയെ അനലൈസ് ചെയ്യുന്നത് 2 ഹെഡിങ്സാണ്. ഒന്ന്, ഇയാൾക്ക് ഏത് തരത്തിലുള്ള വാദം, അത് ഒന്നുകിൽ തേയ്മാനം അല്ലെങ്കിൽ ഒരു ജോയിൻറ്റിൻ്റെ ഓവർ യൂസ് കാരണമുള്ള വാദം, അതാണ് ഒരു വശത്തുള്ളത്. നമ്മൾ ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ് എന്നൊക്കെ പറയും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ റൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ തിരിഞ്ഞ് സന്ധികൾക്ക് നാശം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ റൊമാറ്റിക് ഡിസീസ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് വാദങ്ങൾ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഡിസീസസ് ആണ്. ഇത് രണ്ടിൻ്റെയും വരുന്ന പോപ്പുലേഷൻ വ്യത്യാസമാണ്, വരുന്ന ചികിത്സയും വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ തേയ്മാനം, ആദ്യത്തെ പറഞ്ഞ തേയ്മാനം എന്ന് പറയുന്ന കൂട്ടം അസുഖങ്ങൾ നമ്മൾ പണ്ട് മുതലേ കേട്ട് ശീലിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരിലാണ് വരുന്നത്. ശരിയാണ്, കൂടുതലും തേയ്മാനം പ്രായമുള്ളവരാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒത്തിരി മാറി. നമ്മളിപ്പോൾ പഴയ പോലെ ഒരു ഫിസിക്കൽ എക്സസൈസ് കുറവാണ്, അല്ലെങ്കിൽ സൺലൈറ്റ് എക്സ്പോഷർ കുറവാണ്. കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി അവർക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് എക്സ്പോഷറൊക്കെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒന്ന് ഈ കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കുറയുന്നു, അല്ലെങ്കിൽ യങ്ങർ ജനറേഷൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് കുറയുന്നു. ചെറിയ ട്രോമയ്ക്ക് തന്നെ അവർ വളരെ സസെപ്റ്റബിൾ ആവുന്ന, പെട്ടെന്ന് ഇഞ്ചേർഡ് ആവാനുള്ള ടെൻഡൻസി വരുന്നത്. അതാണ് ഒരു വശത്തുള്ളത്. രണ്ടാമത്, ഇപ്പം ഒത്തിരി പേര് ഈ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു നല്ലൊരു ശതമാനം യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെയാണ് അവർ ഓൾമോസ്റ്റ് കണ്ടിന്യൂസ്ലി 8 മണിക്കൂർ 12 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത്. നാച്ചുറലി ഒരാൾ ഒരേ പോസ്റ്റുള്ള ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിനും ജോയിൻസിനും ഒക്കെ കാര്യമായ സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള തേയ്മാനം പോലുള്ള അസുഖങ്ങൾ യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. അതൊന്നാമത്തെ ഒരു വസ്തുത. രണ്ടാമത്തെ വസ്തുത എന്ന് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ റൊമാറ്റിക് ഡിസീസസ്. അത് ആക്ച്വലി അത് ഒരു ചെറുപ്പക്കാരിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അയ്യോ പ്രായമുള്ളവരിലല്ലേ വാദം കാണേണ്ടത്. പക്ഷേ ഈ ടൈപ്പ് അസുഖങ്ങൾ കൂടുതലും ചെറുപ്പക്കാരിലാണ് കാണുന്നത്. അപ്പോൾ ഈ ടൈപ്പ് അസുഖങ്ങൾ ഇപ്പം കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പണ്ടൊക്കെ പലതും അൺഡയഗ്നോസ്ഡ് ആയിട്ട് വർഷങ്ങളോളം പോകുമായിരുന്നു. ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഇത് കണ്ടുപിടിച്ച് അതിന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കൂടുതലായിട്ട് ചെറുപ്പക്കാരുടെ ഈ അസുഖങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കേൾക്കാനും അവരുടെ പല അനുഭവങ്ങൾ നമ്മൾ അറിയാനും ഇടയാകുന്നത്.
അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഡോക്ടർ വേണുവോട് ചോദിക്കുകയാണെങ്കിൽ പീഡിയാട്രിക് എൻഡോക്രൈനോളജിയാണ്. ഈ കുട്ടികളിലൊക്കെ ഇപ്പോൾ ഈ ഹോർമോണൽ ഡിസീസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ജങ്ക് ഫുഡിൻ്റെയൊക്കെ ഉപയോഗം, അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ അവരെല്ലാം ഈ കമ്പ്യൂട്ടർ ഗെയിംസ്, മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റായി മാറുന്നു. എങ്ങനെയാണ് അതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഈ ആരോഗ്യ വിഭാഗം? അപ്പം നമ്മുടെ കുട്ടികളിൽ ഹോർമോൺ സംബന്ധമായ രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ് പീഡിയാട്രിക് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിനകത്ത് ഈ വളർച്ച സംബന്ധമായ രോഗങ്ങളാണ്. വളർച്ചക്കുറവും പിന്നെ അമിത വളർച്ചയും. അതായത് ഇപ്പോൾ നമ്മൾ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന ഒരവസ്ഥ, പിന്നെ തൈറോയിഡിൻ്റെ അസുഖം, ഡയബറ്റിസ്, ലൈംഗിക വികാസം സംബന്ധിച്ചുള്ള അസുഖങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഈ ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ കോവിഡിന് മുമ്പും പ്രശ്നമായിരുന്നു, പക്ഷെ കോവിഡിന് ശേഷം വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് വളരുന്നത് അമിതവണ്ണം തന്നെയാണ്. അപ്പോൾ കുട്ടികൾ നമ്മുടെ ജീവിതശൈലി ഒരുപാട് മോശമായ രീതിയിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പം വ്യായാമശീലം തീർത്തും ഇല്ലാതിരിക്കുകയും ആഹാര രീതി, ഇപ്പം 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ജങ്ക് ഫുഡ്സ് പോലെ ആഹാര സാധനങ്ങൾ കൂടുതൽ കഴിക്കുകയും ഇതൊന്നും തന്നെ നമുക്ക് ഉപയോഗിച്ച് കളയാനുള്ള സാഹചര്യം ഇല്ലാതെ വരുന്ന ഒരവസ്ഥയും വന്നപ്പോൾ ഈ അമിതവണ്ണം വളരെയധികം പെരുകുകയും തന്മൂലം ഈ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങൾ, പ്രമേഹ രോഗം പോലുള്ള അസുഖങ്ങൾ മുതിർന്നവരിൽ ഒരു 30-40 വയസ്സിൽ ആരംഭിക്കേണ്ട ടൈപ്പ് 2 പ്രമേഹ രോഗം കുട്ടികളിൽ 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളിൽ പോലും പ്രമേഹ രോഗമായിട്ടാണ് അവർ ആദ്യമായിട്ട് നമ്മളെടുത്ത് വരുന്നത്, അമിതവണ്ണമായിട്ടും അല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ കാര്യമായിട്ട് ഗൗരവമായിട്ട് കാണേണ്ട ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്, ലോകത്തെമ്പാടുമുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ ടൈപ്പിന് ഈ കോവിഡിൻ്റെ ഈ ഇമ്മ്യൂണോളജിക്കലായിട്ട് കുറേ വ്യത്യാസങ്ങൾ കോവിഡിന് ശേഷം പല അസുഖങ്ങൾ, അതിപ്പം ഹോർമോൺ സംബന്ധമായ അസുഖം മാത്രമല്ല മറ്റു മേഖലകളിലാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ടൈപ്പോയിഡ് പ്രമേഹ രോഗം, പിന്നെ കുട്ടികളിൽ ഈ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, അതായത് നേരത്തെ പ്രായമാകുന്ന ലൈംഗിക വികാസം പൂർത്തിയാകുന്ന അല്ലെങ്കിൽ നേരത്തെ ആർത്തവം ആരംഭിക്കുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ള ചേഞ്ചസ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ കോവിഡിന് ശേഷം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കോവിഡ് റിലേറ്റഡ് ആണോ എന്നറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പ്രതിഭാസം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സാറിന് എന്തായാലും നമുക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് കിട്ടിയ സ്ഥിതിക്ക് ഈ കോവിഡ് ഇപ്പോൾ അതിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും, ലോകരാജ്യങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നു. നമ്മളും മോണിറ്ററിങ് സെല്ലും എല്ലാം നമ്മുടെ സ്റ്റേറ്റും ആരംഭിച്ചിട്ടുണ്ട്. എത്രമാത്രം ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇവിടെ? ശരിക്കും പറഞ്ഞാൽ കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിട്ട് നമ്മൾ ജീവിക്കാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് നമ്മളെ വിട്ടുപോയി പോകുന്നൊരു സാഹചര്യം എന്തായാലും ഒരു നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഇതിനകത്ത് നമുക്കുണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ കോവിഡ് എന്ന വൈറസ് വളരെ രൂപമാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരു വൈറസ് തന്നെയാണ്. കോവിഡ് ഒരു ശക്തനായ എതിരാളി തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ നോർമലായിട്ടുള്ള ജീവിതം ഇനിയും അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഒന്നാമതായിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ്, അതായത് കോവിഡിനെതിരെ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ചെറുത്ത് നിൽക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് കഴിഞ്ഞ ഒരു 3 വർഷത്തെ അനുഭവത്തിൽ നിന്ന് കുറേയേറെ മനസ്സിലായിട്ടുണ്ട്. ഒന്ന്, വാക്സിനേഷൻ കവറേജ്. വാക്സിനേഷൻ എടുക്കുന്നത് കോവിഡ് വരാനുള്ള സാധ്യതയെ കുറയ്ക്കുകയും കോവിഡിൻ്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യുന്നെന്ന് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വാക്സിനേഷൻ കവറേജ്, വാക്സിനേഷൻ നമ്മൾ ഫുള്ളി വാക്സിനേറ്റ് ആവാൻ നോക്കുക. 1-2 ഡോസ് കോവിഡ് വാക്സിൻ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടവർ, പ്രത്യേകിച്ചും ഹൈ സസെപ്റ്റബിൾ പോപ്പുലേഷൻ ആ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ പബ്ലിക് ഹെൽത്തിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസ്, നമ്മൾ കോവിഡിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത അടിസ്ഥാന പ്രിൻസിപ്പിൾസ്, സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം പാലിക്കുക, ഹാൻഡ് വാഷിംഗ്, കൈകൾ വൃത്തിയായി ശുചിയായി സൂക്ഷിക്കുക, മാസ്കിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ 3 അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ ഇത് നമുക്കൊരു വലിയൊരു പ്രശ്നമാവാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. തിരിച്ച് നമ്മൾ വീണ്ടും ഐറിസിലേക്ക് തന്നെ വരികയാണെങ്കിൽ എങ്ങനെയുള്ളൊരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ ഐറിസിൽ നിങ്ങൾ നടത്തുന്നത്? ഇപ്പോൾ പീഡിയാട്രിക് വിഭാഗമുണ്ട്, റൊമറ്റോളജി ഉണ്ട്, പിന്നെ ഏതൊക്കെ വിഭാഗങ്ങളാണ് അവിടെ വരുന്നത്? ഐറിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇനീഷ്യലി അതൊരു സന്ധിവാത രോഗങ്ങൾക്കുള്ള ഒരു സിംഗിൾ പോയിന്റ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ എന്നാണ് അതിൻ്റെ ഇനീഷ്യൽ കോൺസെപ്റ്റ്. അത് കോൺസെപ്റ്റ് ഇപ്പോഴും ബേസിക് അത് തന്നെയാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞൊരു 5 വർഷത്തെ 6 വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് കിട്ടിയ 1-2 നല്ല അനുഭവങ്ങളുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുണ്ടായത്, എന്തുകൊണ്ടാണ് നമുക്ക് ഒരു പബ്ലിക്കിനിടയിലുള്ള സ്വീകാര്യത കിട്ടിയത്. ഒന്നാമതായിട്ട് ഒരു സയൻസ് ബേസ്ഡ് ആയിട്ട് എത്തിക്കലായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് രോഗികൾക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള സ്ട്രെങ്ത്.
അപ്പോൾ ഇതേ നമ്മുടെ ഈ സ്ട്രെങ്ത് എന്തുകൊണ്ട് മറ്റ് മേഖലകളിലേക്ക് നമുക്ക് വ്യാപിച്ചുകൂടാ എന്നൊരു കോൺസെപ്റ്റ്, എന്നൊരു ഐഡിയ ഒരു വർഷത്തോളമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ചെറിയ തോതിൽ റൊമറ്റോളജിയായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റീസ്, പിന്നെ ഡോക്ടർ വീണയുടെ പീഡിയാട്രിക്സും പീഡിയാട്രിക് എൻഡോക്രൈനോളജി ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസും കൂടെ നമ്മൾ ഐറിസിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഐറിസിനകത്ത് നമുക്ക് റൊമറ്റോളജി ഉണ്ട്, പീഡിയാട്രിക് എൻഡോക്രൈനോളജി ഉണ്ട്, പിന്നെ റൊമറ്റോളജിക്ക് വളരെ അത്യാവശ്യം വേണ്ട ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഒന്ന് ജനറൽ മെഡിസിൻ. അൾട്ടിമേറ്റ്ലി ജനറൽ മെഡിസിൻ്റെ ബേസിസിൽ നിന്നാണ് റൊമറ്റോളജിയുടെ സ്ട്രെങ്ത് വരുന്നത്. രണ്ടാമതായിട്ട് ഓർത്തോപെഡിക്സ്, സ്പൈൻ ഓർത്തോപെഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങൾ, പിന്നെ ഡെർമറ്റോളജി, ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റൊമറ്റോളജിയിൽ അൺലൈക്ക് മെനി അതർ സ്പെഷ്യാലിറ്റി, ഇപ്പോൾ കാർഡിയോളജി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലാബ് വളരെ പ്രധാനമാണ്, ലബോറട്ടറി വളരെ പ്രധാനമാണ്. ലബോറട്ടറി റിസൾട്ട്സ് നമ്മളെ സംബന്ധിച്ച് പല മേക്ക് ഓർ ബ്രേക്കാണ്. ചില ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ 50 രൂപയുടെ ടാബ്ലറ്റ് വേണോ അല്ലെങ്കിൽ 10,000 രൂപയുടെ ഇഞ്ചക്ഷൻ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് 1-2 ടെസ്റ്റുകളുടെ ബേസിസിലായിരിക്കും. അപ്പോൾ ഈ ലാബിൻ്റെ റോബസ്റ്റ്നെസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ലാബ് വളരെ സ്ട്രോങ് ആകണം, അത് നല്ല ക്വാളിറ്റി റിസൾട്ട്സ് കൊടുക്കാൻ പറ്റുന്നൊരു ലാബ് ആവണം എന്നുള്ളൊരു ബേസിക് റിക്വയർമെൻറ്റ് നമുക്കുണ്ട്. ഇത് നമ്മുടെ ഫോക്കസ് ആയിരുന്നു. തുടക്കം വരെ നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടൊരു വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് ലാബിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമ്മുടെ അസറ്റ്സ് എന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഈ ആധുനിക ചികിത്സാ രീതിയിൽ ഈ വേദന വളരെ കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ റൊമറ്റോളജി എന്ന് പറയുന്ന ഇതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്കൊരു ഫോറം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു വസ്തുതയുണ്ട്. ഒരു 2001-2002 ഞങ്ങൾ ഫൈനൽ ഇയർ MBBSന് അവസാന വർഷ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മെഡിസിനാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. അപ്പോൾ മെഡിസിൻ്റെ അന്നത്തെ ഞങ്ങളുടെ ബൈബിള് ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം വായിക്കുമ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം, അതാണ് നമ്മുടെ ഒരു കോർ ഡിസീസാണ്. റൊമറ്റോളജിയിൽ ഏറ്റവും സാധാരണയായി കാണുന്ന അസുഖങ്ങളിലൊന്നാണ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. അപ്പോൾ ആമവാദത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമവാദം വന്നുപോയോ പേഷ്യൻറ്റിന് പെയിൻ കാണും, രോഗി പെയിൻ സഹിച്ചേ പറ്റും. അപ്പോൾ രോഗി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ആദ്യമേ നമ്മൾ അവരുടെ പറയാം, ആമവാദമാണ്, വലുതായിട്ടൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് വേദന കൂടുമ്പോൾ പെയിൻ കില്ലർ കഴിക്കുക. പിന്നെയും രോഗിക്ക് ഒരു പ്രശ്നമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റിറോയിഡുകൾ ഒത്തിരി ഉപയോഗിക്കുക. അതിനും ശേഷം പ്രശ്നം പറയുകയാണെങ്കിൽ പിന്നെ പുതിയ എക്സ്പെരിമെൻ്റൽ മെഡിസിൻസ് എന്ന രീതിയിൽ കുറേ മെഡിസിൻസ് ഉപയോഗിക്കും. പക്ഷേ ഇതൊന്നും നമുക്ക് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇതൊന്നും ഒരു ആത്മവിശ്വാസത്തോടെ പറയുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു പോയാൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അപ്പോൾ അതിനെ നമ്മൾ പിരമിഡൽ അപ്രോച്ച് എന്ന് പറയും. അതായത് തുടക്കത്തിൽ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുക, പിന്നെ കൂടുതൽ സിംറ്റം പറയുന്നതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എസ്കലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോഴത്തെ കോൺസെപ്റ്റേ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് പിരമിഡൽ അപ്രോച്ചാണ്. നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അയാൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് കൊടുക്കാനായിട്ട് സയൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്കൊരു റീസണബിൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരുവിധം അവർ ട്രീറ്റ്മെൻറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ റൊമറ്റോളജി ചികിത്സയിൽ വന്ന ഏറ്റവും കാതലായ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു 10 വർഷം മുമ്പ്, ഒരു 20 വർഷം മുമ്പ് ഡയഗ്നോസ് ചെയ്ത റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഇപ്പം പുതുതായിട്ട് ഡയഗ്നോസ് ചെയ്ത റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും അതിൻ്റെ സിവിയറിറ്റി ലെവലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ചികിത്സ നന്നായിട്ട് ചെയ്തിട്ടുള്ള റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും അത്രയ്ക്ക് ചികിത്സിക്കാനുള്ള സാധ്യത ഇല്ലാതെ പോയ അവസ്ഥകളും കാര്യമായ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഐറിസിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഡോക്ടർ വീണയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന്, ഒരു സെൻറ്റർ ഫോർ മസ്കുലോസ്കെലറ്റൽ ഡിസീസസ്, നമുക്ക് വാതരോഗ സംബന്ധമായ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കെയർ, ലോകത്ത് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കെയർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ ഉള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്ത് കോംപ്രിഹെൻസീവ് ആകണമെന്നുള്ള ഒരു പ്ലാൻ മനസ്സിലുണ്ട്. പിന്നെ കുറച്ചുകൂടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കുറച്ചുകൂടെ, സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടെ കൂട്ടി ആളുകളെ നമ്മുടെ ഈ സന്ധിവാത രോഗ ചികിത്സ
സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് അവബോധവന്മാരാക്കുകയും അവരെ കൂടുതൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയൊക്കെ അതും നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. ബിക്കോസ് നമ്മളൊരു സ്റ്റാൻഡ് അലോൺ റുമറ്റോളജി സെൻറ്റർ, വളരെ ചുരുക്കം റുമറ്റോളജി സെൻറ്റേഴ്സിലൊന്നുമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതൊരു വളരെ പ്രയോറിറ്റിയുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് നമ്മളത് കണക്കാക്കുന്നത്. ഓക്കെ, എനിവേ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.